ആസ്പിരൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് SBI ക്ലർക്ക്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബൾക്ക് വേക്കൻസീസുമായിട്ടാണ് SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മുടെ കേരളത്തിൽ 426 വേക്കൻസി ആണുള്ളത്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ഈ കൊല്ലത്തെ കട്ട് ഓഫ് എത്രയായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു സേഫ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എത്രയാണ്? നമുക്ക് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ, അതായത് 2023 മുതൽ 2019 വരെയുള്ള SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്താലോ? അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതല്ലേ നല്ലത്? യെസ്. എങ്കിൽ ആദ്യം തന്നെ SBI ക്ലർക്ക് അഥവാ നമ്മളുടെ ജൂനിയർ അസോസിയേറ്റ് അല്ലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. SBI ക്ലർക്കിന്റെ വേറൊരു പേരാണ് ജൂനിയർ അസോസിയേറ്റ്. അപ്പൊ SBI ക്ലർക്ക് ആകണം എന്നുണ്ടെങ്കിൽ നമ്മളെ എന്തൊക്കെ കടമ്പകളാണ് കടക്കാനുള്ളത്? ആദ്യം നമുക്കൊരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം ഒരു മെയിൻസ് ഉണ്ടാകും, ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. നമുക്കറിയാം SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷനിലെ വേക്കൻസീസ് സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസി വരിക. നമുക്ക് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? മലയാളം അറിയണം. നിങ്ങൾ എല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ? അപ്പോൾ ഈ 3 കടമ്പകളാണ്. അതായത് PO എക്സാം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരിക. ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കടമ്പയാണുള്ളത്, പ്രിലിംസും മെയിൻസും. അതിനുശേഷം LPT ഉണ്ടാകും, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. LPTയുടെ മാർക്ക് ഒന്നുമില്ല, ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിലിംസിലും മെയിൻസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാന്നൊന്ന് നോക്കാം. അപ്പൊ പ്രിലിംസിന് നമുക്ക് 3 സബ്ജക്റ്റ് ആണ് എക്സാംസിന് ചോദിക്കുക: ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്. പ്രിലിംസിന്റെ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കില്ല, ക്വാളിഫൈങ് നേച്ചർ ആണ് പ്രിലിംസ്. അതായത് മെയിൻസിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് മാത്രം നമുക്ക് പറയാം. അല്ലാതെ പ്രിലിംസിന്റെ മാർക്ക് നമുക്ക് ഒരിക്കലും ഫൈനൽ സെലക്ഷനിലേക്ക് എടുക്കില്ല. ജസ്റ്റ് ഒരു എലിമിനേഷൻ പ്രോസസ് ആണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിന് നമുക്ക് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്ക്. നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്. അപ്പം ഈ 20 മിനിറ്റിൽ മാത്രമേ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റത്തുള്ളൂ? യെസ്, നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും. ഓക്കെ, ആദ്യത്തെ 20 മിനിറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ കാണാൻ പറ്റൂ. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകും, ന്യൂമറിക്കൽ എബിലിറ്റി. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മളുടെ മാത്സ്. ഓക്കെ, അവിടെ 35 ക്വസ്റ്റ്യൻസും 35 മാർക്കും 20 മിനിറ്റും. ഇനി അതേപോലെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റി ആണ്. അവിടെയും 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്, 20 മിനിറ്റ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കും. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക് ആൻഡ് ടോട്ടൽ 60 മിനിറ്റ്സ്. അതായത് പ്രിലിംസിന്റെ എക്സാം എന്ന് പറയുന്നത് 1 അവർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനും 35 ക്വസ്റ്റ്യൻസ് വീതം 20 മിനിറ്റിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോഴോ ഇവിടെ പ്രിലിംസിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് നമ്മളുടെ 100 ആണ്. ഓക്കെ, ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്. ഓക്കെ, ഈ ഒരു എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് മാത്രം. മാർക്ക് നോക്കിയാലോ, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതേ ഉള്ളൂ. മെജോറിറ്റി ക്വസ്റ്റ്യൻസും എന്ത് തന്നെയായിരിക്കും? റീസണിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു 98% ചോദിക്കുക. ഓൾമോസ്റ്റ് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ചോദിക്കുക. ദെൻ 50 ക്വസ്റ്റ്യൻസ്, അവിടെ മാർക്ക് വരിക 60 മാർക്സ് ആണ്. ചിലത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചിലത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. റീസണിങ്ങിന് നമുക്ക് ടൈം 45 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് നമുക്കിവിടെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്? 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്സ്. അതിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റ് ആണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. ഇവിടെ നമുക്ക് 45 മിനിറ്റേ ഉള്ളൂ. റീസണിങ്ങിനും ക്വാണ്ടിനും 45 മിനിറ്റ് ആണ്. ദെൻ ലാസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അഗൈൻ 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ് ആൻഡ് 35 മിനിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 160 മിനിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? മെയിൻസിന് ടൈം കിട്ടുക. ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 190 ക്വസ്റ്റ്യൻസും നമ്മളുടെ മാർക്ക് വരുന്നത് 200-ലാണ്. പ്രിലിംസിന്റെ സ്കോർ എന്ന് പറയുന്നത് 100-ലും മെയിൻസിന്റെ സ്കോർ എന്ന് പറയുന്നത് 200-ലും ആയിരിക്കും. ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, പക്ഷേ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല SBIക്ക്. ഓക്കെ, SBI ക്ലർക്കിന് എന്തില്ല? സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഇതൊന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കട്ട് ഓഫ്, അല്ലെങ്കിൽ എത്രയിലാണ് കട്ട് ഓഫ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് എക്സാം പാറ്റേൺ പറഞ്ഞത്. സോ 4 സബ്ജക്റ്റേ നമുക്ക് പഠിക്കാനുള്ളൂ.
കട്ട് ഓഫ്? ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു മീൻ ബൈ കട്ട് ഓഫ്? എന്താ ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ പ്രിലിംസിന്റെ കേസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 100ലാണ് നമ്മളുടെ സ്കോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇപ്പൊ നിങ്ങളോട് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കട്ട് ഓഫ് 75 വന്നു എന്ന് പറഞ്ഞാൽ, അതായത് 100ൽ 75 നിങ്ങളുടെ കട്ട് ഓഫ് എങ്കിൽ, ഇപ്പൊ നമ്മൾ എക്സാം എഴുതി നമുക്ക് കിട്ടിയ മാർക്ക് 76 ആണെന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 75ന് മുകളിൽ എത്രയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യും. ഓരോ സ്റ്റേറ്റിലും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. അതിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെയിൻസിലേക്ക് ക്വാളിഫൈ ആകില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കട്ട് ഓഫ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇനി നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന ഫാക്ടർ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വേക്കൻസി. അതായത് ഓരോ സ്റ്റേറ്റിലും എത്ര വേക്കൻസി ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ കട്ട് ഓഫ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം ലെവൽ. നോർമലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എക്സാമിന്റെ ലെവൽ, അതായത് എക്സാമിന്റെ ലെവൽ ഡിഫിക്കൽറ്റി, പാടായിരുന്നു എക്സാം അല്ലെങ്കിൽ എളുപ്പമായിരുന്നു എക്സാം, നമ്മൾ ഒരുപാട് ആസ്പിറൻസ് എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ എക്സാം നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ പല ദിവസം പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം നടത്തുക. അപ്പൊ ചില ഷിഫ്റ്റ് എളുപ്പമുള്ളതായിരിക്കും, ചില ഷിഫ്റ്റ് ഇച്ചിരി പാടുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ എക്സാംസ് എഴുതിയവർക്കറിയാം, നമ്മളുടെ മാർക്ക് കൂടുന്നതായിട്ട് കാണാം നമ്മളുടെ സ്കോർ കാർഡ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതൊരു കാര്യമാണ്. അതിനെയാണ് നോർമലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സാമിന്റെ ലെവൽ, അതായത് ഡിഫിക്കൽട്ടി ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദി എക്സാം, ഇനി എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് എക്സാം എഴുതി, ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്? നമ്മുടെ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ലെവൽ ഓഫ് ദി എക്സാം ആൻഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. ഓക്കെ, എത്ര പേര് എക്സാം എഴുതി. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. അല്ലാതെ വേക്കൻസി മാത്രമല്ല നമ്മളുടെ കട്ട് ഓഫിന്റെ മാനദണ്ഡം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ആദ്യം നോക്കാം. എത്രയായിരിക്കും ഈ ഓരോ വർഷത്തെയും പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് കേരളത്തിന്റെ കട്ട് ഓഫ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ ടേബിൾ എസ് എ ഹോൾ നിങ്ങളോടൊന്ന് പറയാം. ഞാൻ ഇവിടെ നോക്കിക്കേ, 2023, 22, 21, 20, 2019 ഇത്രയും വർഷത്തെ നമുക്ക് എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരോ വർഷമായിട്ട് നോക്കാം. 2023, അതായത് തൊട്ട് മുന്നിലത്തെ വർഷം, ഇതിപ്പോ 2025 ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 24-25 അല്ലെ. അപ്പോ 23 47 ആയിരുന്നു വേക്കൻസി, വളരെ കുറവായിരുന്നു അല്ലെ. അന്ന് നമ്മളുടെ കട്ട് ഓഫ് പോയത് 76.25 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇതൊന്നുമില്ല, 2023 എല്ലാ സ്റ്റേറ്റൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ വർഷത്തിലെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫാണ് ഞാൻ എഴുതിയേക്കുന്നത്. കാരണം നമ്മൾ സേഫ് അറ്റംപ്റ്റ് എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ വേക്കൻസി മാത്രമല്ല, ബാക്കി കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. ആ കൊല്ലം 2023 എല്ലാ സ്റ്റേറ്റും, ഇപ്പം കർണാടക എടുത്തോ, മധ്യപ്രദേശ് എടുത്തോ, മഹാരാഷ്ട്ര എടുത്തോ, ഒഡീഷ എടുത്തോ, പഞ്ചാബ് എടുത്തോ, എല്ലാ സ്റ്റേറ്റിലെയും കൂടെ നോക്കുമ്പോൾ ഏറ്റവും വന്ന ഹയസ്റ്റ് കട്ട് ഓഫ് എത്രയാന്നുള്ളത് സ്റ്റേറ്റ് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഏറ്റവും ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ആണ് 80 വന്നത്. നമ്മുടെ കേരളത്തിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.25 ആയിരുന്നു അല്ലെ. 2022 വന്നപ്പോഴത്തേക്കിന് വേക്കൻസി 270, ആ കൊല്ലത്തെ കട്ട് ഓഫ് 68 ആണ്. ഇവിടെ നോക്കിക്കേ, 47ന്റെ സ്ഥാനത്ത് 2022 270 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ കട്ട് ഓഫിലും ആ ഒരു ചേഞ്ച് നമുക്ക് കാണാം അല്ലെ. 68 ആയിരുന്നു. ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 82.75. വേറെ സ്റ്റേറ്റിലായിരുന്നു എങ്കിലും ആ കൊല്ലം പോയ, അതായത് എത്ര മാർക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ കൊല്ലത്തെ ഹയസ്റ്റ് കട്ട് ഓഫ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി 2021 97 ആയിരുന്നു വേക്കൻസി. ആ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 69 ആണ്. ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് 82 ആയിരുന്നു. ആൻഡ് 2020 394 വേക്കൻസി ഉണ്ടായിരുന്നു. ആ കൊല്ലത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 69.75 ആയിരുന്നു. ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് 77.5 ആയിരുന്നു. ആൻഡ് 2019 നോക്കുമ്പോൾ അവിടെ 240 വേക്കൻസി ഉണ്ടെങ്കിലും കട്ട് ഓഫ് 78 പോയി. കട്ടോ, അപ്പൊ വേക്കൻസി മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 81.75 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് നോക്കിക്കേ, അതായത് ഇപ്പൊ നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. സെക്കൻഡ്, ഇവിടെ ശ്രദ്ധിക്കുക.
ഇവിടെ 76.25, 68, 69, 69.75 ആൻഡ് 78. കേരളം മാത്രം നോക്കുകയാണെങ്കിൽ ഈ 5 കൊല്ലത്തില് ഏറ്റവും ഹയസ്റ്റ് പോയത് 2019 അല്ലെ? അതിന് മുന്നേ പിന്നെ ഏതാണ് 76.25 തൊട്ട് മുന്നിലത്തെ കൊല്ലം. പക്ഷെ അവിടെ വേക്കൻസി ഭയങ്കര കുറവായിരുന്നു, 47 ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും നമുക്ക് ഈ കൊല്ലം 426 വേക്കൻസി ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായാലും ഇത്രയും കട്ട് ഓഫ് പോകില്ല എന്നൊരു ചിന്തയായിരിക്കും വരിക. പക്ഷെ വേക്കൻസി മാത്രമല്ല, നമ്മുടെ എക്സാമിന്റെ ലെവൽ, നമുക്ക് ഈ കൊല്ലത്തെ എക്സാമിന്റെ ലെവൽ എങ്ങനെയാണ് എന്ന് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. അത് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എക്സാമിന്റെ ലെവൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ക്വസ്റ്റ്യൻസ് ഇച്ചിരും കൂടെ ലെവൽ കൂട്ടിയാണോ എന്ന് വെച്ചാൽ ഒത്തിരി കൂടില്ല. കാരണം SBI ക്ലർക്കിന്റെ എക്സാം ആകാനല്ലേ പറ്റൂ, അതൊരിക്കലും SBI PO ലെവലിലേക്ക് പോകില്ല അല്ലെ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം, ഇത്രയും വർഷത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പം 2019 ഒഴിച്ചാൽ ബാക്കി എല്ലാം 69, 60, 68, ഇവിടെയാണ് 62.75 വന്നത്. നമ്മൾ ഇച്ചിരൂടെ സേഫ് ആയിട്ടൊന്ന് ചിന്തിച്ചാൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് പോയിരിക്കുന്നത് എത്രയാണ്? അതായത് ഇത്രയും കൊല്ലം നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ നോക്കിക്കേ, ഇത്രയും കൊല്ലം നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് പോയിരിക്കുന്നത് 82.75 ആണ്, ഏറ്റവും ഹയസ്റ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേഫ് അറ്റംപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മോക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 80 നമ്മൾ ചെയ്യുക. എന്തായാലും ഈ കൊല്ലം 80 ഒന്നും ഇത്രയും വേക്കൻസി ഉള്ളതുകൊണ്ട് അത്രയും പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റിയൽ എക്സാം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു അനാലിസിസ് നടത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ പോലും നമുക്ക് എന്ത് പറയാം, ഒരു 80 റേഞ്ച് ആയിരിക്കും. 80 വരെ പോകില്ല എന്തായാലും, പക്ഷെ ഒരു 80 റേഞ്ച് പ്രതീക്ഷിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ ഇത്രയും കൊല്ലത്തെ ഹയസ്റ്റ് കട്ട് ഓഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മാക്സിമം പോയത് 82.75 അല്ലെ? അപ്പൊ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഒരു അനാലിസിസിലേക്ക് എത്തുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 76.25 ആണ്, ഇത് മാത്രമാണ് 78 വരെ പോയത്. അപ്പൊ നമുക്കും ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അല്ലെ? 65 to ഒരു 75 റേഞ്ചിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങളിപ്പം മേ ബി ഒരു 70 റേഞ്ചിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മോക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 70-75 റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്ത് 80 വരെ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ മോക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ടാർഗറ്റ് ചെയ്യുക? 80 ടാർഗറ്റ് ചെയ്യുക. അതായിരിക്കും 80 ടാർഗറ്റ് ചെയ്യുക, അതാണ് സേഫ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനിയും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ജനറൽ വേക്കൻസിയുടെ കാര്യമാണ് കേട്ടോ. ഈ പറഞ്ഞതെല്ലാം ജനറൽ വേക്കൻസിയുടെ കാര്യമാണ്. ഇപ്പം ഇതിന് താഴെ നമുക്ക് നോൺ ക്രീമി ലെയർ ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, SC/ST ആയിക്കോട്ടെ, ഇതിന് താഴെ ആയിരിക്കും എല്ലാ കട്ട് ഓഫും വരിക. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി സ്പെഷ്യലി എക്സ് സർവീസിന്റെ കാര്യം പറയാണ്. ഒരുപാട് എക്സ് സർവീസ് ആസ്പിറൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അവരുടെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. എക്സ് സർവീസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 2023 4 വേക്കൻസി, ആ കൊല്ലം കട്ട് ഓഫ് പോയത് 59 ആണ്. ഇവിടെയോ 2022 വന്നപ്പോൾ 27 വേക്കൻസി, ആ കൊല്ലത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസിന്റെ ആണ് ഈ പറയുന്നത് 45 ആണ്. ആ വ്യത്യാസം നോക്കിക്കേ, 4 വേക്കൻസിയുടെ സ്ഥാനത്ത് 59 പോയി. 2021 9 വേക്കൻസി, അവിടെ കട്ട് ഓഫ് 56 പോയി. ആൻഡ് 2020 39 വേക്കൻസി, ആ കൊല്ലം കട്ട് ഓഫ് 44 ആയിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കട്ട് ഓഫ് ഈ 4-നും 9-നും ആണ് 59-ഉം 56-ഉം വന്നേക്കുന്നത്. ബാക്കി എല്ലാം എന്താണ് 44 and 45 റേഞ്ചിലാണ് വന്നത്. ഈ കൊല്ലം നമുക്ക് എക്സ് സർവീസിന് സെപ്പറേറ്റ് 42 വേക്കൻസി ആണുള്ളത്. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ടോട്ടലി നോക്കിയാൽ, ഇപ്പൊ എക്സാമിന്റെ ലെവല് പോലും നോക്കിയാൽ നമ്മളെ ഓൾമോസ്റ്റ് എന്ത് പറയാം, ഇതെല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ ഒരു 60 മതി അല്ലെ? ആ ഒരു 60 റേഞ്ചിനടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ മോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് അത് വെക്കുക. അത്രയൊന്നും എന്തായാലും പോകില്ല. കാരണം ഇവിടെ 4, 27, 9, 39 ആ സ്ഥാനത്ത് ഇവിടെ 42 വേക്കൻസി. അപ്പോൾ ഉറപ്പായിട്ടും 60 പോകില്ല. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ മനസ്സിൽ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ പറഞ്ഞത് SBI ക്ലർക്കിന്റെ, ജനറലിന്റെയും അതേപോലെ തന്നെ എക്സ് സർവീസിന്റെയും പ്രിലിംസിന്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ കട്ട് ഓഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് നോക്കണം? മെയിൻസിന്റെ നോക്കണം അല്ലെ? കാരണം പ്രിലിംസ് എന്നത് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്. ജസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻസിലേക്കായിരിക്കും കടക്കുക. മെയിൻസിന്റെ മാർക്കാണ് നമ്മളുടെ ഫൈനൽ സെലക്ഷൻ അല്ലെ? അല്ലാതെ പ്രിലിംസിന്റെ മാർക്ക് അല്ല. അപ്പൊ നമുക്ക് മെയിൻസ് ഒന്ന് നോക്കിയാലോ?
ഓൾറെഡി നമ്മൾ വേക്കൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 47 വേക്കൻസി ഉള്ളപ്പോൾ നമ്മുടെ മെയിൻസിന്റെ കട്ട് ഓഫ് പോയത് 82.75 ഔട്ട് ഓഫ് 200 ആണ്. നേരത്തെ നമ്മൾ എക്സാമിന്റെ പാറ്റേൺ പറഞ്ഞു. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200-ലാണ്. 200-ൽ 82.75 ആണ് 2023 കട്ട് ഓഫ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വേക്കൻസി കുറവായിരുന്നു. 2022 വന്നപ്പം കട്ട് ഓഫ് മെയിൻസിന്റെ 78 ആണ്. 2021 95-ഉം 2020 69. 2021 എന്താണ് 95 കട്ട് ഓഫ് പോയത്. ഇച്ചിരും കൂടെ കൂടുതലായിരുന്നു. വേക്കൻസി കൂടുതൽ ഉണ്ടായിട്ടും കൂടുതലായിരുന്നു. 2019 വന്നപ്പോഴോ 96.25 ആയി കട്ട് ഓഫ്. ഓക്കെ, ഇതെല്ലാം ഔട്ട് ഓഫ് 200 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തിനാ, അതായത് 200-ൽ ഇത്രയും മതിയോ? അതായത് മെയിൻസ് ആണ്, നമ്മൾ പ്രിലിംസ് അല്ല. 200-ലാണ് ഈ സ്കോർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ആ വർഷത്തിൽ വന്നത്, ഇപ്പൊ 2023 ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് മെയിൻസ് പോയത് 86.50 ആണ്. 2022 85 ആണ് ഏറ്റവും ഹയസ്റ്റ്. 21 വന്നപ്പം 95.5 ആൻഡ് 2020 വന്നപ്പോഴത്തേക്കിന് 98.75. 2019 103.25. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയത് 2019-ലാണ് അല്ലെ. 103.25 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കേരളത്തിലെ കട്ട് ഓഫും 96.25 തന്നെയായിരുന്നു ആ ഇയറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ കേരളത്തിന്റെ മെയിൻസ് നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് ഇത്രയും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം 78 95 60 ഒരു 100 റേഞ്ച് പിടിച്ചാൽ പോരെ. ഒരു 100 റേഞ്ച് പിടിച്ചാൽ പോരെ. ശരിക്കും 100 വേണ്ട, ഈ കൊല്ലം അത്രയും പോകില്ലായിരിക്കും അല്ലെ. പക്ഷെ ഞാൻ അസ് എ ഹോൾ ടോട്ടൽ നോക്കിയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ആ കൊല്ലത്തെ, ഇപ്പം ഇവിടെ നോക്കുക, ഇവിടുത്തെ കേസിൽ നോക്കി ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പോയത് 103.25. അതിന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഒരു 100 റേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു സേഫ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ എപ്പോഴും കട്ട് ഓഫ് നോക്കുമ്പോൾ കൃത്യം നോക്കിയിട്ട് പോകാം. കാരണം ആ കൊല്ലത്തെ ലെവല് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. പ്രിലിംസിന്റെ കേസ് ആണെങ്കിലും മെയിൻസിന്റെ കേസ് ആണെങ്കിലും അല്ലെ. കേരളത്തിലെ കേസ് 82 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എങ്കിലും അത്രയും വേക്കൻസി കുറവായിട്ടും 90-ക്ക് മുകളിൽ പോയില്ല. പക്ഷേ നമ്മുടെ എക്സാമിന്റെ ലെവല് ഒരു വളരെ വലിയൊരു കാര്യമാണ്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, വേക്കൻസി മാത്രമല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് മനസ്സിലാകും. 247 ചിലപ്പോൾ ആ കൊല്ലത്തെ എക്സാം ഇച്ചിരി നല്ല എളുപ്പമായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് പോയത്. അപ്പൊ ഈ കൊല്ലത്തെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമ്മളുടെ മോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളുടെ ജനറൽ കട്ട് ഓഫ് ആണ് നേരത്തെ പറഞ്ഞത്. അപ്പം ഉറപ്പായിട്ടും OBC ആണെങ്കിലും നോൺ ക്രിമിനൽ ആയിക്കോട്ടെ, SC ST ആയിക്കോട്ടെ, അതിന് താഴേക്കായിരിക്കും നമ്മളുടെ കട്ട് ഓഫ് വരിക. ഇനി നമ്മൾ എക്സ് സർവീസിന്റെ കട്ട് ഓഫ് നോക്കാം. നമുക്ക് മെയിൻസിന്റെ കട്ട് ഓഫ് 2023 വന്നപ്പോൾ 4 വേക്കൻസി ഉള്ള സമയത്ത് നമ്മുടെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 ആയിരുന്നു. ഓക്കെ, 2022 27 വേക്കൻസി ഉള്ളപ്പോൾ നമ്മുടെ മെയിൻസിന്റെ കട്ട് ഓഫ് 50 ആൻഡ് 2021 9 വേക്കൻസി ഉള്ളപ്പോൾ 64 ആയിരുന്നു കട്ട് ഓഫ്. 2020 39 വേക്കൻസി ഉള്ളപ്പോഴും നമ്മളുടെ കട്ട് ഓഫ് എത്രയാ, 60. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഏറ്റവും ലാർജസ്റ്റ് വന്നിരിക്കുന്നത് 64 അല്ലെ. ഏറ്റവും ലാർജസ്റ്റ് വന്നിരിക്കുന്നത് 64. അപ്പൊ നമ്മൾ ആ ഒരു റേഞ്ച് തന്നെ പിടിച്ചു പോയാൽ മതി അല്ലെ. ഈ കൊല്ലം നമുക്ക് 42 വേക്കൻസി ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു റേഞ്ചിലേക്കൊക്കെ എന്ത് വരത്തുള്ളൂ, നമ്മളുടെ മെയിൻസിന്റെ കട്ട് ഓഫ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് 200-ൽ നമുക്കൊരു 64 അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ 70 ചുരുങ്ങടെ വേണമെങ്കിൽ ഞാനങ്ങ് കൂട്ടി പറഞ്ഞതാണ്. പക്ഷെ അത്രയും പോകില്ല ഉറപ്പായിട്ടും. നമുക്കിത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 65 റേഞ്ചിൽ മാർക്ക് മേടിക്കാൻ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ അതിനനുസരിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്ത് ഓരോ ടോപ്പിക്കും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലെവലിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കേരളത്തിന്റെ കട്ട് ഓഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടും അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. പക്ഷേ ഈ കൊല്ലം അതിന്റെ ആവശ്യമില്ല. കാരണം തമിഴ്നാടിനേക്കാൾ വേക്കൻസി നമുക്ക് കേരളത്തിനുണ്ട് 426 അല്ലെ. എങ്കിലും നമുക്കൊന്ന് നോക്കിയേക്കാം എത്രയാണ് കട്ട് ഓഫ് അവിടെ പോയിട്ടുള്ളതെന്ന്. ഇവിടെ ഞാൻ ഒരുമിച്ച് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് ഒന്ന് പറയാം. ഇവിടെ നമുക്ക് 2023 നമുക്ക് 47 വേക്കൻസി ഉള്ളപ്പം തമിഴ്നാട്ടിൽ 171 ആയിരുന്നു അല്ലെ.
അപ്പൊ ഇവിടെ കട്ട് ഓഫ് പോയിട്ടുള്ളത് 65.50 ആണ്. നമുക്ക് എത്രയായിരുന്നു? കേരളത്തിന് 76 ആയിരുന്നു അല്ലെ? പക്ഷെ അവിടെ വേക്കൻസിയും കൂടുതൽ ഉണ്ടായിരുന്നു. ഇത് പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണ്. മെയിൻസ് വന്നപ്പോഴത്തേക്കിന് 84.25 നമുക്ക് 82 ഉള്ളായിരുന്നു അല്ലെ? യെസ്, 82 തന്നെയായിരുന്നു. യെസ്, 82 ആയിരുന്നു. പക്ഷെ മെയിൻസിന്റെ കട്ട് ഓഫ് തമിഴ്നാട്ടിൽ കൂടുതലായിരുന്നു. കണ്ടോ? ഓക്കെ, ഇനി അതേപോലെ തന്നെ 2022 ഇവിടെ അത്യാവശ്യം 355 വേക്കൻസി ഉണ്ടായിരുന്നു. ആ കൊല്ലത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 62.25 ആണ്. ആൻഡ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നപ്പോഴത്തേക്കിന് 78. ഓക്കെ, ഇനി അതേപോലെ 2021 വന്നപ്പോൾ 473 വേക്കൻസി ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.75 ആൻഡ് മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 90.50 ആയിരുന്നു. ആൻഡ് 2020 393 വേക്കൻസി ഉള്ളപ്പോൾ 62 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. ഇവിടെയോ 92.75 ആൻഡ് 2019 421 വേക്കൻസി ഉള്ളപ്പോൾ 61.25 ആണ്. ഇവിടെ 98 ആണ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65, 60, 62, 61.25. സോ എനിക്ക് ഒരു ഓൾമോസ്റ്റ് എന്ത് പറയാം? 65 റേഞ്ച് പറയാം അല്ലെ? തമിഴ്നാടിന്റെ കട്ട് ഓഫ് എനിക്ക് ഒരു 65 റേഞ്ച് പറയാം. ഇത്രയും നാളത്തെ നോക്കുമ്പോൾ, ഇത്രയും ഈ 5 വർഷത്തേത് നോക്കുമ്പോൾ. മെയിൻസിന്റെ കേസോ 84, 78, 90, 92, 98 വരെ പോയിട്ടുണ്ട്. സോ അവിടെയും എനിക്ക് മെയിൻസിന്റെ കേസ് എന്തേ പറയാൻ പറ്റൂ? 100 പറയാൻ പറ്റൂ. അസ് എ ഹോൾ ഞാൻ മുഴുവൻ കൂടെ നോക്കിയിട്ട് പറഞ്ഞതാ. അപ്പോൾ ഇത് പിന്നെ ഓൾറെഡി നേരത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഹയസ്റ്റ് ആ വർഷം ഓരോ സ്റ്റേറ്റിലും വന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആരാണോ അവരുടെയാണ് കാണിച്ചത്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 103 ആണ് ഏറ്റവും കൂടുതൽ 2019 ഹയസ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വേക്കൻസി മാത്രമല്ല ലെവല്, അതേപോലെ തന്നെ എത്ര ആസ്പിറൻസ് എക്സാം എഴുതുന്നുണ്ട്, ഇതെല്ലാം കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഇത് നോക്കി ഇരുന്ന് നമ്മൾ സമയം കളയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണ്ടത്. അതായത് നമ്മൾ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ ഒരു അനാലിസിസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എത്ര കട്ട് ഓഫ് പോകുന്നുണ്ട്, നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിന് എത്രയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏത് റേഞ്ചിൽ പിടിക്കണം, അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം അല്ലെ? അപ്പൊ നമ്മുടെ ഒരു സേഫ് അറ്റംപ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് 426 വേക്കൻസി ഉണ്ട്. സോ പ്രിലിംസിന്റെ കേസ് പറഞ്ഞാൽ നമ്മൾ സേഫ് ഇപ്പൊ എന്തായാലും ഒരു 75 ആ ഒരു റേഞ്ച് ആയിരിക്കും. എങ്കിലും നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് കട്ട് ഓഫ് നോക്കിയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു 80 റേഞ്ച് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോക്കിലൊക്കെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അത്രയും കട്ട് ഓഫ് പോകും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എക്സ് സർവീസിന്റെ കേസ് പറയുമ്പോഴത്തേക്കിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 55 അല്ലെ? നമ്മൾ എക്സ് സർവീസിന്റെ കട്ട് ഓഫ് നമ്മൾ പ്രിലിംസിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പറഞ്ഞത് എത്ര മാക്സിമം വന്നത് എത്രയായിരുന്നു? 59 വരെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ, അപ്പം 59 വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സോ നമുക്കൊരു എന്ത് പറയാം? നമുക്കൊരു 60 പറയാം പ്രിലിംസിന്റെ കേസ്. എക്സ് സർവീസിന്റെ കേസിൽ നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സ് സർവീസിന്റെ കാര്യം പറഞ്ഞു, 65 റേഞ്ചിലേക്ക് വന്നാൽ മതി. പക്ഷേ നമ്മൾ ജനറൽ വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു 100 എക്സ്പെക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ മോക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു മോക്ക് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നു, ഒരു മോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കോർ കിട്ടിയില്ല, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അടുത്ത മോക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തത് കൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു മോക്ക് ചെയ്യുക, ആ മോക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പസിൽസും ഉണ്ടാകും, മിസ്ലേനിയസും ഉണ്ടാകും അല്ലെ? അപ്പൊ എൻ്റെ സമയം എവിടെയാണ് പോയത്? ഇപ്പൊ മാർക്ക് കുറഞ്ഞാലത്തെ കേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ വീക്കായിട്ടുള്ള സെക്ഷൻ ഏതാണോ അത് നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആസ് എ ഹോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇനിയും കട്ട് ഓഫും കാര്യങ്ങളും ഒന്നും ആലോചിച്ചിരുന്ന് നിങ്ങൾ സമയം കളയണ്ട, നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ആണ് നമ്മളുടെ അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ച്. ജനുവരി 29 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ 2025 ഇപ്പൊ SBI ക്ലർക്കും SBI POയും അല്ലെ? അതിനുശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ IBPSന്റെ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. നമ്മളെ കാത്ത് ഒരുപാട് എക്സാംസ് ആണ് വരാനുള്ളത് അല്ലെ? RRB PO, RRB ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്. ഇനി ഇതേപോലെ തന്നെ 2025-26 SBI PO, SBI ക്ലർക്ക്, അതേപോലെ പ്രൈവറ്റ് ബാങ്ക്സ് വിളിക്കാറുണ്ട്, പിന്നെ IDBI വിളിക്കാറുണ്ട്, ECGC വിളിക്കാറുണ്ട്, RBI അസിസ്റ്റന്റ്. ഇങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്.
നമുക്കറിയാം ഈ എക്സാംസിന്റെ എല്ലാം സിലബസ് എന്താണ്, സെയിം ആണ് അല്ലെ. അപ്പൊ ഇതിനെല്ലാം ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. നമ്മുടെ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ജനുവരി 29-നാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എക്സാം ഫീ എക്സാം പോട്ടെ, നമ്മളുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 11,999 ആണ്. സോ നമ്മളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ SBA ക്ലർക്കിന് ഓൾറെഡി നമ്മൾ നേരത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ SBA ക്ലർക്ക് സക്സസ് മന്ത്ര പ്രിലിംസിന്റെ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ പ്രാക്ടീസ് സെറ്റ് ആണ് നടക്കുന്നത്. ഇനി മെയിൻസിലേക്ക് നമ്മൾ ഉടനെ തന്നെ, ഇപ്പൊ മെയിൻസിന്റെ ടോപ്പിക്സ് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് കണ്ടു പഠിക്കാം. അതായത് ഈ കഴിഞ്ഞു പോയ എല്ലാ ലൈവിന്റെയും റെക്കോർഡഡ് സെഷൻസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഓക്കെ ആണ്, നിങ്ങൾക്ക് കണ്ടു പഠിക്കാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളുക. SBA ക്ലർക്ക് പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ കൊല്ലം ഒരു ബാങ്കർ ആകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.